നമസ്കാരം. മണ്ടൂക്കറാണ്. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്ന കമോൺട്ര എലി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആളുകളെ സിനിമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കുക. ആളുകളെ സിനിമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് അഭിനയമായിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, സിനിമയുടെ എന്ത് മേഖലകളെ കുറിച്ചിട്ടും പഠിപ്പിക്കാനായിട്ട് ഞാൻ 10,000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിപ്പിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ കമാൻഡർ ഏലിയൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ചേംബറിൽ വന്നു എന്നും, അപ്പോൾ തന്മൂലം വിളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് സജി നമ്പ്യാട്ട് എന്ന് പറയുന്ന പുള്ളി വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരാതി നൽകിയാൽ നോർമലി നമ്മളെന്താ ചെയ്യുക, അന്വേഷിച്ചതിന് ശേഷം അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദാറ്റ് പ്രോസസ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല, കാര്യം ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ആരാണ്ടും ഫേസ്ബുക്കിൽ നിന്ന് എന്തോ സ്ക്രീൻഷോട്ടോ എന്തോ എടുത്ത് കൊടുത്തു. എനിക്ക് മനസ്സിലായല്ലോ വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി. പരാതി എന്ന് പറയുമ്പോൾ നമ്മൾ ലീഗലായിട്ട് പേപ്പറിലൊക്കെ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ പരാതി കൊടുത്തിരിക്കുന്ന ആളുടെ പേരോ ഡീറ്റെയിലോ ഒന്നും തന്നെ എനിക്ക് തന്നിട്ടുമില്ല. ഓക്കെ, അപ്പം ഞാൻ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും, അല്ലെങ്കിൽ ആ പരാതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളത് അന്വേഷിക്കും. അപ്പോൾ പുള്ളി അടുത്തൊരു പരിപാടി, നിങ്ങളൊരു പടം എടുത്തിട്ട് പകുതിയാക്കി വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നിലവിൽ ഞാൻ ഒരു പടം സെൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കേരള സർക്കാരാണ് എൻ്റെ പടം സെൻസർ ചെയ്തിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പം അത് ഓൾറെഡി സെൻസർ US സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫിലിം ഡയറക്ടർ ഞാനാണ്. സോ ഞാൻ ഡയറക്ടർ എന്ന് പറയുന്നതിന് എലിജിബിലിറ്റി കിട്ടി, സർക്കാർ അനുവദിച്ചൊരു ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പുള്ളി പറഞ്ഞു, ഫിലിം ചേംബർ അറിയാതെ നിങ്ങൾക്ക് സിനിമ ചെയ്യാനായിട്ട് അധികാരമില്ല എന്ന് പറഞ്ഞു. ആ വീടിനോട് ഞാൻ യോജിക്കുന്നില്ല. സിനിമ ആർക്കും വേണമെങ്കിലും ചെയ്യാം. സിനിമ ചെയ്യണമെങ്കിൽ ഫിലിം ചേംബറിൻ്റെ പെർമിഷൻ വേണമെന്നുള്ള ഒരു നിയമവും ഇന്ത്യയിലില്ല. ഓക്കെ, ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും സിനിമ സെൻസർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും സിനിമ റിലീസ് ചെയ്യാം. ദർ ഈസ് നോ ലിമിറ്റേഷൻസ്. ഇന്ന ആൾക്ക് മാത്രമാണ് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നിയമമൊന്നും ഇന്ത്യയിലില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് ചെയ്യുന്ന സിനിമ ജനങ്ങൾക്ക് കാണിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക, ഈ സെൻസർ ബോർഡിൽ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി. അത് സെൻസർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അത് വെരിഫൈ ചെയ്യുന്നത്, ഇത് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ദാറ്റ്സ് എ വാലിഡ് സർട്ടിഫിക്കറ്റ്. സെൻസർ ഈസ് ദ ഓൺലി വാലിഡ് സർട്ടിഫിക്കറ്റ് ഫോർ ഈച്ച് ആൻഡ് എവരി മൂവീസ്. ദാറ്റ്സ് എ റൂൾ. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു, അപ്പോൾ സാർ എനിക്ക് ആ നിയമത്തിനെ കുറിച്ച് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോഴത്തേക്കിന് ഉടനെ പുള്ളി പറഞ്ഞു, നീ എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ സിനിമ ചെയ്തിട്ട് വാ, അപ്പോഴത്തേക്കിന് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ഒരു ഭീഷണി പരിപാടി. അതിൻ്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി എന്നെക്കൊണ്ട് പടം ചെയ്യിക്കില്ല എന്നല്ലേ. അങ്ങനെ ഒരു സജി നമ്പ്യാട്ട് ചേംബറിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യാതിരിക്കുന്ന ആളൊന്നും ഞാൻ ചെയ്യും. പൊന്ന് സജി നമ്പ്യാട്ട് സാറേ, എന്നെ ഭീഷണിപ്പെടുത്തല്ലേ, എനിക്ക് ആ പേടിച്ച് പോയെന്നൊക്കെ കരുതല്ലേ, അങ്ങനെ പേടിക്കുന്ന ആളൊന്നും അല്ല. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഓപ്ഷൻ പറയാം, നമുക്ക് ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കാം ആൾക്കാർക്ക്. സജി നമ്പ്യാട്ട് സാർ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യട്ടെ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഈ പറയുന്ന പൈസ അല്ലെങ്കിൽ ഈ പടം ചെയ്യാനായിട്ടുള്ള നിർമ്മാണ ചെലവും അതിൻ്റെ സാധ്യതകളും എല്ലാം സജി നമ്പ്യാട്ട് സാർ ചെയ്യട്ടെ. ഇനി സജി നമ്പ്യാട്ട് സാർക്ക് ഞാനൊരു ഡയറക്ടറാണോ എന്ന് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടമുണ്ട്. ആ ഡയറക്റ്റ് ചെയ്ത പടം ഞാൻ സാറിന് പ്രിവ്യൂ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഞാനൊരു ഡയറക്ടറാണോ ഇല്ലെന്ന്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ആൽബംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മിക്സ് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്, അത് കാണിച്ചു തരാം. കളർ ഗ്രേഡ് ചെയ്ത വർക്കുകളുണ്ട്, എഡിറ്റ് ചെയ്ത വർക്കുകളുണ്ട്, സിനിമാറ്റോഗ്രാഫി ചെയ്ത വർക്കുകളുണ്ട്. എല്ലാം ഞാൻ സജി നമ്പ്യാട്ട് എന്ന് പറയുന്ന സാറിന് ഞാൻ കാണിച്ചു തരാം. സാറ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് സാറൊരു കാര്യം ചെയ്യും, എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഞാൻ ചെയ്യുന്ന പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഓൾറെഡി എൻ്റെ ഇത്രയും കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാന്ദ്ര തോമസിനൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ആരും കണ്ടിട്ടില്ല. അപ്പോൾ സാന്ദ്ര തോമസ് ഒന്നും അതിൻ്റെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാന്ദ്ര തോമസും പെട്ടിരിക്കുന്നതാണ് എന്തൊക്കെയോ സംഘടന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്ന് മച്ചാന്മാരെ, നീയൊക്കെ പരാതിയല്ല, നീയൊക്കെ എന്ത് ഉണ്ടമ്പരി കൊടുത്താലും
സത്യം എന്ന് പറയുന്ന സാധനമുണ്ട്. സത്യം, ദാറ്റ്സ് എ ജെനുവിനിറ്റി, അല്ലെങ്കിൽ സത്യം. അതെൻ്റെ അടുത്തുള്ള കാലം തലകുനിക്കത്തില്ലടാ. പുഷ്പാറുടെ മുന്നിലും തലകുനിക്കത്തില്ലടാ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സജി നമ്പ്യാട്ടി സാറല്ല, ആര് വന്നാലും, ഇനി മേളിൽ നിന്ന് ദേവേന്ദ്ര ഇറങ്ങി വന്നാലും മെയ് 10 ഞാൻ ഈ പടം റിലീസ് ചെയ്യും. ഓക്കെ, കേരള സർക്കാരിനൂടെ തിയേറ്ററുണ്ട്. ഓക്കെ, അല്ലാതെ എല്ലാ തിയേറ്ററും പ്രൈവറ്റ് പാർട്ടിയുടെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കേരള സർക്കാരിന് തിയേറ്റർ, അത് സർക്കാർ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള എന്നെ പോലത്തെ ആൾക്കാർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തടയാനൊന്നും പറയണ്ട മച്ചാനെ. പടം നല്ലതായാൽ, ഞാൻ ഇറക്കുന്ന ഇപ്പോൾ കമൗണ്ടർ എലി എന്ന് പറയുന്ന സിനിമ നല്ലതായാൽ സർക്കാരിൻ്റെ തിയേറ്ററിൽ നിന്നും അടുത്ത നല്ല പ്രൈവറ്റ് തിയേറ്ററിലേക്ക് ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് ആ പടം ഇടാൻ പറയും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു സിനിമ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമ മോഹികളായിട്ടുള്ള, സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കുക. അത് 100 days കൊണ്ടിട്ട് നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് സിനിമ പഠിപ്പിച്ച്, ആ പഠിപ്പിച്ചതിന് ശേഷം അവർ വെച്ച് സിനിമ ഷൂട്ട് ചെയ്ത്, അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത്, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് മൊത്തം തീർത്ത് സെൻസർ ചെയ്ത് ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യം വരുന്നത് 100 days ആണ്. ആ 100ാമത്തെ ദിവസം ഞാൻ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യും. അതിന് ചങ്കൂറ്റവും ചങ്കുറപ്പും നട്ടെല്ലും അറിവും അനുഭവവും ഒരുപാട് ആൾക്കാരുടെ ചതി കിട്ടിയതും അങ്ങനെ 100,000 പ്രശ്നങ്ങൾ കടന്നിട്ട് ഒറ്റയ്ക്ക് വന്നേക്കണാനാ. ഒറ്റയ്ക്ക്, മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക്. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. ഏൻ വഴി തനി വഴി. അതുകൊണ്ടിട്ട് ഇങ്ങോട്ട് മലപ്പടക്കമായിട്ട് വരുന്നവർ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മനസ്സിലായോ? ഞാൻ ആരോടും വഴക്കുണ്ടാക്കാനോ ബഹളം വയ്ക്കാനോ നിങ്ങളുടെ വഴി തടയാനോ വരില്ല. പക്ഷേ എൻ്റെ വഴി തടയാൻ വന്നാൽ ഞാൻ മുന്നിലേക്ക് എന്നെ പോകും. ഓക്കെ, അതൊന്നും കൂടി പറയാം. കമോഡ്ര എലിയൻ എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്യും, ഞാനത് റിലീസും ചെയ്യും. ഓക്കെ, താങ്ക് യു. സജി നമ്പ്യാട്ടി സാറിന് ചിലപ്പോൾ എന്നെ അറിയത്തില്ലാത്തതുകൊണ്ട്, എന്നെ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും, ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തത് കൊണ്ടിട്ടായിരിക്കും പുള്ളി വിളിച്ചിട്ടുണ്ടാവുക. പുള്ളി എന്നെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ അതോടെ നിർത്തിക്കോളും. അതുകൊണ്ടിട്ട് എനിക്കത് കുഴപ്പമൊന്നുമില്ല. താങ്ക് യു.